300 വർഷങ്ങൾക്ക് മുൻപ് ഭാരത മണ്ണിൽ ജനിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി പീഡകളേറ്റ് സഹിച്ച് അതിദാരുണമാം വിധം കൊല ചെയ്യപ്പെട്ട പുണ്യപുരുഷനാണ് ദൈവസഹായം പിള്ള. തെക്കൻ തിരുവിതാംകൂറിൽ പത്തനാപുരത്തിനടുത്ത് കന്യാകുമാരി ജില്ലയിൽ നട്ടാലം എന്ന സ്ഥലത്ത് മരുക്കുളങ്ങര എന്ന നായർ കുടുംബത്തിൽ 1712 ഏപ്രിൽ 23 ദേവസഹായം പിള്ള ജനിച്ചു. മാമോദിസായ്ക്ക് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പേര് നീലകണ്ഠൻ പിള്ള എന്നായിരുന്നു. കുടുംബത്തിൽ ബ്രാഹ്മണ സംബന്ധമുണ്ടായിരുന്നതിനാൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചു. സംസ്കൃതം, മലയാളം, തമിഴ് ഭാഷകളിൽ അസാമാന്യ പാണ്ഡിത്യം നേടി. തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയ പുരാണ പാരായണം, ആയുധാഭ്യാസം മുതലായവയിലും ബുദ്ധിസാമർഥ്യം പ്രകടമാക്കി. പ്രായപൂർത്തിയായപ്പോൾ സമീപ പ്രദേശത്ത് നിന്ന് സ്വജാതിയിൽപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിച്ചു. സ്വഭാവ മഹിമ കൊണ്ടും രൂപലാവണ്യം കൊണ്ടും അവൾ സമ്പന്നയായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം നീലകണ്ഠസ്വാമി കോവിലിൽ ഇദ്ദേഹത്തെ കാര്യവിചാരകനായി നിയമിച്ചു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ സകല സൈന്യങ്ങളുടെ നേതാവും വലിയ കപ്പിത്താൻ പദവിയിൽ നിയമിതനുമായിരുന്ന കത്തോലിക്കനും ഡച്ചുകാരനുമായ ക്യാപ്റ്റൻ എസ്താക്യൂസ് ബെനഡിക്റ്റ് ഡിലാനിയായുടെ പ്രേഷിത തീഷ്ണതയും വിശ്വാസവും ദൈവസഹായം പിള്ളയെ സഹായിച്ചു. ഡിലാനിയായുടെ ഉപദേശങ്ങളാണ് അദ്ദേഹത്തെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് നയിച്ചത്. 1741 കുളച്ചിലിൽ നടന്ന യുദ്ധത്തിൽ ഡച്ചുകാരെ തിരുവിതാംകൂർ സൈന്യം തോൽപ്പിച്ചപ്പോഴാണ് ക്യാപ്റ്റൻ ഡിലാനിയായെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ സേവകനായി ലഭിച്ചത്. 1746 മെയ് മാസത്തിൽ വടക്കൻ കുളത്തുള്ള ഇടവക വികാരി ഫാദർ ബുട്ടാരി SJയിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകൂറിൽ രാജ്യകോപത്തെ അവഗണിച്ചാണ് ദൈവസഹായം പിള്ള ക്രിസ്തുമതം സ്വീകരിച്ചത്. അതിനാൽ തന്നെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ കാര്യക്കാരൻ പദവി അദ്ദേഹത്തിന് നഷ്ടമായി. പലവിധ പീഡനങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. സത്യവിശ്വാസത്തെ പ്രതി 7 വർഷം കാരാഗ്രഹവാസം അനുഭവിച്ചു. 40-ാം വയസ്സിൽ 1752 ജനുവരി 14 മരണത്തിന് വിധിക്കപ്പെട്ടു. ഒടുവിൽ ആരാൽവായി മൊഴിക്കടുത്തുള്ള കാറ്റാടി മലയിൽ വെച്ച് രാജാവിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. ക്രിസ്തുവിനെ പ്രതി ജീവൻ ബലിയർപ്പിച്ച് അങ്ങനെ ദൈവസഹായം പിള്ള ധീരരക്തസാക്ഷിയായി. മരണസമയത്ത് പാറകൾ പിളർന്നു, മണിയടി ഒച്ചയുണ്ടായി. അത്യുജ്വലമായ പ്രകാശം കൊണ്ട് ആ പ്രദേശം വിളങ്ങി. പടയാളികൾ പേടിച്ചോടി. ദൈവസഹായം പിള്ളയെ വധിച്ച സ്ഥലം ഇന്ന് വ്യാകുല മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. 1993 ഡിസംബർ 8 ദൈവസഹായം പിള്ളയുടെ നാമകരണത്തിനായുള്ള രൂപതാ നടപടികൾ ആരംഭിച്ചു. 2012 ഡിസംബർ 2 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2022 മെയ് 15 ആ ധീര രക്തസാക്ഷിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. യേശുവിനെ പ്രതി പേരാലിൽ വടികൊണ്ട്, ചൂരൽ കൊണ്ടും മുൾവടി കൊണ്ടും 30ഓളം അടിവീതം ദിവസങ്ങളോളം അദ്ദേഹത്തിന് സ്വശരീരത്തിൽ വാങ്ങേണ്ടി വന്നു.